നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കകത്ത് തീവ്രവർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ ചില സംഘങ്ങൾ ആഞ്ഞു പണിയെടുക്കുന്ന കാലമാണ്. കത്തോലിക്ക സഭയിലെ മനുഷ്യരെ വർഗീയ സംഘങ്ങൾക്കൊപ്പം ചേർക്കാൻ അവർ തന്നെ പലതരം നാടകങ്ങളാടുന്ന കാലവുമാണ്. എങ്ങനെ വിഭാഗീയ രാഷ്ട്രീയത്തിനൊപ്പം ക്രിസ്ത്യാനികളെ കൂട്ടിച്ചേർക്കാം, അതുവഴി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കാം എന്ന റിസർച്ച് നടക്കുന്ന പരിശോധന നടക്കുന്ന കാലവുമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ള നിലപാടുമായി കത്തോലിക്ക സഭ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് ദീപിക ദിനപത്രം വർഗീയതയുടെ ആലയിലേക്ക് സഭയെ കൊണ്ടുപോകാൻ ആരും പരിശ്രമിക്കേണ്ടതില്ല എന്ന് വ്യക്തതയുള്ള ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. അതുമാത്രവുമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്ന്, തൊഴിൽ ഇല്ല എന്ന്, സാമ്പത്തിക അസമത്വം പെരുകുകയാണെന്ന്, അഴിമതിയുടെ പേരിലുള്ള നിഴൽ യുദ്ധങ്ങൾ അപകടമാണെന്നും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഏതു നീക്കത്തെയും നാം തടയണമെന്നും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിൽ. സഹോദര സമുദായങ്ങളെ തെറ്റിക്കാൻ, അവർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോട് സഭ കൂടുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ബിഷപ്പ് പാംപ്ലാനിയാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ, കത്തോലിക്ക സഭയെ ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് വിജയങ്ങൾ ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ചില ഗ്രൂപ്പുകൾ നടത്തുന്ന സമയത്താണ് കത്തോലിക്ക സഭ അവരുടെ നിലപാട് ഈ വഴിയിൽ പറഞ്ഞു വെക്കുന്നത്. സംഘത്തിനൊപ്പം ചേരാൻ സഭയില്ല എന്ന് വ്യക്തത വരുത്തുകയാണോ കേരളത്തിലെ കത്തോലിക്ക സഭ? അങ്ങനെയെങ്കിൽ അത് BJPക്ക്, സംഘപരിവാരത്തിന് തിരിച്ചടിയാണ്. ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ടോണി ജോസഫാണ്. അഡ്വക്കേറ്റ് ടോണി ജോസഫ് PM മാർഷോ CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. BJPയിൽ നിന്ന് ശ്രീ പ്രിൻറ്റു മഹാദേവും. ആദ്യം അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ഇന്ന് ദീപികയിൽ വന്നിട്ടുള്ള ഈ മുഖപ്രസംഗം കേരളത്തിലെ കത്തോലിക്ക സഭ പൊതുവായി പങ്കുവെക്കുന്ന വികാരമാണോ, അവരുടെ ഈ സമീപകാലത്തെ വിഷയങ്ങളിലുള്ള നയമാണോ? നമ്മൾ വിഷു ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വളരെയധികം ആവേശത്തോടുകൂടി പടക്കക്കടകളിലും അതുപോലെ കടകളിലൊക്കെ സാധനം വാങ്ങി നാളെ വിഷു ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി വിഷു ആശംസകൾ നേരുകയാണ്. കത്തോലിക്ക സഭ എന്നും എടുത്ത നിലപാടാണത്. കത്തോലിക്ക സഭയുടെ നിലപാട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേക താല്പര്യങ്ങളോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പ്രത്യേക എതിർപ്പോ കത്തോലിക്ക സഭയ്ക്കില്ല. അത് വ്യക്തമായി പല സന്ദർഭങ്ങളിലും സഭയുടെ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. സഭാപിതാക്കന്മാർ നൽകുന്ന പ്രസ്താവനകൾ, സഭാപിതാക്കന്മാർ വിശ്വാസികളോട് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലരുടെ ഭാഗത്തേക്ക് സഭ ചെരിയുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായപ്പോഴും വ്യക്തമായി സഭ പറഞ്ഞിട്ടുണ്ട്, സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളില്ല. സഭ എന്നും ഇവിടെ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണ് കത്തോലിക്ക സഭ, ക്രൈസ്തവർ. നമുക്കറിയാം, നമ്മൾ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന സഭ എന്നും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, അത് മത ഐക്യത്തിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയട്ടെ. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ പാലാവേൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ആ സ്കൂളിൻ്റെ സ്റ്റേഡിയം നൽകിയത് അവിടെയുള്ള മുസ്ലിം സഹോദരനായ ഔക്കാദർ കുട്ടി നഹയുടെ ആ പേരിലാണ് അവിടെ സ്റ്റേഡിയം അവിടെ ഞങ്ങളുടെ പുളിങ്ങോത്തുള്ളത്. അത് അവിടുത്തെ ഒരു മുസ്ലിം സഹോദരൻ ദാനം നൽകിയതാണ് പള്ളിക്ക്. അപ്പോൾ അത്രമാത്രം ഒരു മതസൗഹാർദ്ദത്തിലാണ് നമ്മുടെ കേരളം കടന്നുപോയത്. മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും എല്ലാം ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ വേണ്ടി ഇന്ന് ഒരിക്കലും അതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ സഭ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷെ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടി സഭ എല്ലാവർക്കും വേണ്ടി, ഒരിക്കലും ക്രൈസ്തവർക്ക് വേണ്ടി സഭ ശബ്ദിക്കാറില്ല. നമുക്കറിയാലോ, ക്രൈസ്തവർക്ക് വേണ്ടി ഒരിക്കലും സഭ ശബ്ദിക്കാറില്ല. എപ്പോഴും ശബ്ദിക്കുന്നത് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശബ്ദിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാമ്പ്ളാരി പിതാവ് പറഞ്ഞു, നമുക്കറിയാം കർഷകരുടെ അവസ്ഥ. കർഷകർ വളരെ ദയനീയാവസ്ഥയിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ദയനീയാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ അവസ്ഥ
പരമദയനീയ അവസ്ഥയിലാണ്. ഒരു സാധനത്തിനും വിലയില്ല. അവർ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ ഒരു കാലത്ത് മലയിലേക്ക് കുടി കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും കുടിയിറങ്ങിപ്പോയി. കാരണം അവിടെ സാധനത്തിന് വിലയില്ല. അവിടെ വന്യമൃഗങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പാമ്പ്ളാനി പിതാവ് പറഞ്ഞു, റബ്ബറാണ് മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട വിഷയം, റബ്ബറാണ്. റബ്ബറിന് വില തന്നാൽ ഞങ്ങൾ BJPക്ക് ഒരു MBA കൊടുക്കാമെന്ന് പിതാവ് പറഞ്ഞത് അത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഇന്ന് BJP ആയതുകൊണ്ടാണ്. അത് അതേസമയം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ MPമാരില്ലെങ്കിൽ കോൺഗ്രസിനോടും പിതാവ് ഇതേ ഭാഷ പറയും. അപ്പോൾ നമ്മൾ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ സഭ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു BJP പക്ഷത്തേക്ക് പോകുന്നു. ഒരിക്കലും ആ ഒരു രീതിയിൽ സഭ ഒരു വർഷത്തേക്കും പോയിട്ടില്ല. മതേതര സമീപനമാണ് എടുക്കുന്നതെന്ന് താങ്കൾ പ്രാഥമികമായി തുടക്കത്തിൽ പറയാണ്. ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ദീപികയിൽ വരുന്ന ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയവരെ കൊണ്ടുള്ള പ്രയാസം അത് വലുതാവുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതി വിരുദ്ധ നിഴൽ യുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണവും ഉൾപ്പെടെ 100,000 നീറ്റലുകളെ മറയ്ക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മതമേതായാലും പ്രശ്നമല്ല, പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഈ തെരുവ് നാടകങ്ങളിലെ അഭിനേതാക്കളെ തിരിച്ചറിയാൻ വൈകരുത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച്, മതധ്രുവീകരണത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന സഭ ഭരണകൂടത്തോടാണ് സംസാരിക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്, അങ്ങനല്ലേ? അതെ, വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ അസമത്വം, സാമ്പത്തിക അസമത്വം വളരെയധികമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടുത്തെ യുവാക്കൾ ഇന്ന് രാജ്യം വിട്ടു പോവുകയാണ്. യുവാക്കൾ +2 കഴിയുമ്പോൾ തന്നെ രാജ്യം വിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു തൊഴിൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടില്ല എന്നൊരു ബോധ്യം ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഓഫീസിൽ ഞാനൊരു നോട്ടറി അഭിഭാഷകൻ കൂടിയാണ്. എൻ്റെ ഓഫീസിലേക്ക് ദിവസം കടന്നു വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അത് +2 കഴിഞ്ഞ കുട്ടികളാണ് കടന്നു വരുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോയാൽ നാളെ ആരിവിടെയുണ്ട്? അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഈ രാജ്യത്ത് ഞങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ പുലർത്താൻ കഴിയില്ല. കർഷകരുടെ മക്കൾ പറയുന്നത് പണ്ട് ഞങ്ങൾക്ക് കർഷകർക്ക് നാണ്യവിളക്ക് വിലയുണ്ടായിരുന്നു, പക്ഷെ അതുമില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഈ രാജ്യം വിട്ടു പോയാൽ മാത്രമേ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന രാജ്യത്തെ ജനങ്ങൾ, ചെറുപ്പക്കാർ മുഴുവൻ പോവുകയാണ്. മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ നാടൊരു വയസ്സന്മാരുടെ നാടായി മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് ആരും ചിന്തിക്കുന്നില്ല. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവരോട് ചോദ്യം ചോദിക്കാനുള്ള, അവരെ ഓഡിറ്റ് ചെയ്യാനുള്ള സമയമാണിത്, അല്ലാതെ വർഗീയത പറഞ്ഞ് കളയാനുള്ള സമയമല്ല എന്നല്ലേ സഭ പറയുന്നത്? അല്ല, അതാണ് സഭ പറയുന്നത്. വർഗീയത പറയേണ്ട സമയമല്ല ഇത്. ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ചോദിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം, ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ്, ഇവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചാണ്. അതാണ് സഭ പറയുന്നത്. അത് വ്യക്തമായി സഭ പറയാണ്. ഇവിടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട സമയമല്ല എന്ന് സഭ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാര്യത്തിൽ. ഇന്നിപ്പോ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഈ ജനാധിപത്യ ധ്വംസനമാണ്. അഴിമതിയുടെ പേരിലുള്ള നിഴൽ യുദ്ധം എന്ന് പറയുന്നത് ഗുരുതരമായി നിങ്ങൾക്കെതിരെ ഉയർന്നു കേൾക്കുന്ന ആരോപണമാണ്. മതധ്രുവീകരണം നിങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണമാണ്. സാമ്പത്തിക അസമത്വം, തൊഴിലില്ലായ്മ, ഇതൊക്കെ നിങ്ങൾക്കെതിരെ പ്രതിപക്ഷം, നിങ്ങളുടെ വിമർശകർ, നിങ്ങളുടെ ശത്രുക്കൾ ഉയർത്തുന്ന ആരോപണങ്ങളാണ്. അതിൽ വസ്തുത ഉണ്ടെന്ന് എന്ന പ്രശ്നം വേറെ ചർച്ച ചെയ്യണം. അതിനെ കത്തോലിക്ക സഭ ഏറ്റെടുക്കുന്നു, കാണുന്നില്ലേ? അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് കത്തോലിക്ക സഭ അവരുടെ പത്രത്തിൽ മുഖലേഖനം എഴുതുകയാണ്. അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് ബിഷപ്പുമാർ നേരിട്ട് സംസാരിക്കുകയാണ്. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയെ കൈയടക്കി പിടിക്കാമെന്ന നിങ്ങളുടെ വ്യാമോഹത്തിന്റെ തകർച്ചയുടെ സുദിനമല്ലേ ഇന്ന്? ഞങ്ങൾക്കങ്ങനെ ഒരു കത്തോലിക്ക സഭയെ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തണമെന്നുള്ള ഒരാഗ്രഹമുള്ള പ്രസ്ഥാനമല്ല. അതിനൊരു കാലഘട്ടത്തിലും ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സഹോദരന്മാരുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കണം. കാരണം ക്രൈസ്തവ സഹോദരന്മാർ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ഡിസംബർ 25-ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഴുവൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ വിരുന്നു വിളിക്കുകയും ഈ രാജ്യത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയ നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സഭകൾക്ക് ഈ രാജ്യം കൊടുത്ത വലിയൊരു അംഗീകാരമായിരുന്നു അത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഒരു സെക്കൻഡ് പ്രിന്റു, അതിനോട് കത്തോലിക്ക സഭയുടെ പ്രതികരണം
മനോഹരമായ ഒരു വാചകം പോലെ ഇതിനകത്തുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാതെ. അതായത് സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരായി വിചാരിക്കുന്ന ഹിംസയുടെ ധാരകളെ, രണ്ടാം തരക്കാരായി വിചാരിക്കുന്ന ഹിംസയുടെ ധാര, ദാറ്റ് മീൻസ് വിചാരധാരയെ അവർ ഇതിൽ മനോഹരമായി വിളക്കി ചേർത്തിരിക്കുകയാണ്. അത്തരം വിചാരധാരകളെ തള്ളിപ്പറയാതെ മതേതര ജനാധിപത്യത്തെ മതവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെ നാം തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഈ വിചാരധാരയെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങൾ എന്ത് നാടകം കളിച്ചാലും ഞങ്ങൾക്കത് പിടികിട്ടും കേട്ടോ എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. അല്ല, അങ്ങനെ ഒരു കത്തോലിക്ക സഭയുടെ ആധികാരികമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് ദീപികയുടെ മുഖപ്രസംഗത്തെ കാണാൻ സാധിക്കില്ല. അതൊരു എഡിറ്റോറിയൽ ബോർഡിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം എന്ന രീതിയിലായിരിക്കും അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കത്തോലിക്ക സഭയുടെ ഒരു ആധികാരിക അഭിപ്രായമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ വിചാരധാരയെ മുറുകെ പിടിച്ചിട്ട് കത്തോലിക്കരോട് സ്നേഹം കാണിക്കാൻ വരണ്ട എന്നല്ലേ പറയുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് താങ്കൾ പറയുന്നത്? എന്താണ് അപ്പൊ കത്തോലിക്ക സഭയ്ക്ക് വിചാരധാരയെ ഉൾക്കൊള്ളാൻ കഴിയുന്നാണോ? ദീപികക്കാർക്ക് മാത്രമേ വിചാരധാരയുടെ പ്രശ്നമുള്ളൂ, കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാവില്ല എന്നാണോ പ്രിന്റ് കരുതുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ക്രൈസ്തവ സഭകൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാമല്ലോ. അതൊരു ജനാധിപത്യ രാജ്യമല്ലേ. അതിപ്പോ പ്രസ്ഥാനത്തിനോടോ വ്യക്തിയോടോ ഇനി ഒരു പുസ്തകത്തിനോടോ ഉള്ളത് പ്രകടിപ്പിക്കട്ടെ. സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ വളരെ അതിനേക്കാൾ ഉപരി ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തുന്ന സഭാ നേതൃത്വം ഈ കേരളത്തിലുണ്ട്, പ്രതി ഭാരതത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ ചർച്ചയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇടുക്കി അതിരൂപതയും തലശ്ശേരി അതിരൂപതയും അവരുടെ മതബോധന ക്ലാസ്സിനകത്ത് അവരുടെ മതബോധന ക്ലാസ്സിനകത്ത് അവരുടെ കുട്ടികൾക്ക് കൃത്യമായി മതബോധനത്തിന്റെ ഭാഗമായി കൊണ്ട് ഈ സിനിമ കാണിച്ചു കൊടുക്കുന്നു. ഇതാണല്ലോ നമ്മുടെ യഥാർത്ഥ വിഷയം. ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തോട് ഇതുവരെ ക്രൈസ്തവ സഭ സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവ സഭ സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നിങ്ങളിപ്പോ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി ഞാനിവിടെ 2 ദിവസം ചർച്ച ചെയ്തു. പോട്ടെ, കേരള സ്റ്റോറി മാത്രമല്ല, മണിപ്പൂർ സ്റ്റോറി കേരളത്തിലെ പള്ളികൾ കാണിച്ചിട്ടുണ്ട്, അതുകൂടി ഓർക്കണേ. ഡോക്യുമെന്ററി കേരളത്തിലെ പള്ളികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അത് കാണണേ. മണിപ്പൂരിന്റെ കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് നിലപാടുള്ളത് ഓർക്കണേ. കൈവെട്ടിയതും സാർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ഈ കേരളത്തിലാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ജോസഫ് മാഷിന്റെ കൂടെ ഈ കേരളം നിന്നിട്ടുണ്ട്. അല്ലാതെ കലാപത്തിന്റെ നേതൃസ്ഥാനീയരെ പട്ടും പുടവയും കൊടുത്ത് ആദരിക്കുന്ന നാടല്ല കേരളം. കലാപത്തിന്റെ നേതൃസ്ഥാനീയരെ പട്ടും പുടവയും കൊടുത്ത് ആദരിക്കുന്ന, അവരെ റിവാർഡ് ചെയ്യുന്ന, മലേഗാവിൽ ബോംബ് വെക്കുന്നവരെ MP-മാരായി ആദരിക്കുന്ന നാടല്ല കേരളം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാതൃകാപരമായി അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ആളുകളെ സംരക്ഷിച്ചവരുടെ കഥ പറ. ഞാൻ ചോദിക്കുന്നത് അതല്ല. മണിപ്പൂർ സ്റ്റോറിയും പള്ളികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മണിപ്പൂർ സ്റ്റോറിയും പള്ളികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, വിചാരധാരയെ കയ്യിൽ വെച്ചിട്ട് കത്തോലിക്കരോട് സ്നേഹം കാണിക്കാൻ വരുന്നവർ, ആ കപടനാട്യക്കാരെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, സഭയുടെ ചെലവിൽ വിദ്വേഷത്തിന്റെ ഇലയിട്ടുണ്ണാം എന്നാരും വിചാരിക്കേണ്ട എന്നും ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത മതിലുകൾ ഉണ്ടാക്കുകയാണ് കത്തോലിക്ക സഭ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിന്റ്. അല്ല, ഇത് മതിലുകൾക്ക് അപ്പുറത്തേക്ക് സാർ പൊളിക്കാനാകാത്ത ഏത് മതിലുകളാണ് ഈ ലോകത്തുള്ളത്? മതിലിന്റെ അതിർക്കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കേരളത്തിലെ പ്രവണതകളെ കത്തോലിക്ക സഭയും തിരിച്ചറിയും. ആ തിരിച്ചറിവാണല്ലോ നിങ്ങൾ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുള്ള കേരള സ്റ്റോറിയെ അവർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അവർ കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മണിപ്പൂർ സ്റ്റോറി ഉണ്ട്. മതിലുകൾ പൊളിക്കും. നിങ്ങൾ പൊളിക്കാൻ എക്സ്പേർട്സ് ആണ്. നിങ്ങൾ എന്താണ് പൊളിക്കുന്നത്? അല്ല, ഞാൻ പറയാം, പൂഞ്ഞാറിലെ വൈദികനെ വണ്ടി കയറ്റി കൊല്ലാൻ പോയ സാർ ഈ കേരളത്തിലാണ്. അവർക്കെതിരെ കേസെടുത്തില്ലേ? താമരശ്ശേരി പോട്ടെ, അത് പോട്ടെ, അതിന് പോട്ടെ. അവർക്കെതിരെ വധശ്രമ കേസാണ് എടുത്തത്. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്ര മനുഷ്യന്മാരെ ആക്രമിക്കുന്നു? ആർക്കെതിരെ കേസെടുത്തത്? ആക്രമിക്കുന്നത് അവരെ, കേസും അവർക്കെതിരെ. ആക്രമിക്കുന്നത് അവരെ, കേസ് മതപരിവർത്തനത്തിന്റെ പേരിൽ കേസും അവർക്കെതിരെ. ജയിലിൽ കിടക്കുന്നത് അവരെ, ജയിലിൽ കിടന്ന് മരിക്കുന്നത് അവര്. ഇവിടെ കേസെങ്കിലും ഉണ്ടല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം ആരോപിച്ച് എത്ര പാവപ്പെട്ട പ്രബോധകരെ നിങ്ങൾ പിടിച്ചകത്തിട്ടു. അവരെ ഈ പറയുന്ന ഹിന്ദുത്വ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ വന്ന് ആദ്യം ആക്രമിക്കും, എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കും. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി എന്ന ആളാ. ഞങ്ങൾ ആരെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടില്ല.
അതുപോലെ പൂഞ്ഞാറിലെ നിങ്ങൾ നടത്തിയ വംശീയ അതിക്രമങ്ങളുടെ കണക്കുകൾ അവരുടെ തന്നെ അസോസിയേഷൻ കഴിഞ്ഞ മാസം ലാസ്റ്റ് വീക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സമീപനം എന്താണ്. ക്രൈസ്തവ സഭ BJP നേതൃത്വവുമായി അടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നിങ്ങളുടെ അജണ്ടയാണല്ലോ. ക്രിസ്ത്യൻ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കാണ്, നമ്മളൊരു കണക്ക് പുറത്തുവിടില്ല. ക്രിസ്ത്യൻ അസോസിയേഷനാ കണക്ക് പുറത്തുവിടുന്നത്. ദീപിക ലേഖനം എഴുതിയിട്ടുള്ളത് നമ്മളല്ല. അല്ല, ഞാൻ പറയട്ടെ, ഇതിനൊക്കെ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി അവരുടെ ആവിഷ്കാരം, കാരണം കൃത്യമായിട്ട് ഞങ്ങൾ സഭയുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ പോലെ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അപ്പൊ മണിപ്പൂർ സ്റ്റോറിയോ മണിപ്പൂർ സ്റ്റോറി കാണിക്കാനുള്ള മണിപ്പൂർ സ്റ്റോറിയും കേരള സ്റ്റോറിയും കാണിക്കാനുള്ള അതിനുള്ള അവകാശം അവർക്കുണ്ട്. കേരള സ്റ്റോറി മണിപ്പൂർ സ്റ്റോറി ആയിക്കോട്ടെ, ഇനി ജോസഫ് മാഷ കൈവെട്ടി കേസ് ആയിക്കോട്ടെ, പാലാ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഏതും ആയിക്കോട്ടെ, അവരുടെ പള്ളിയിൽ കയറി കാവിക്കൊടി കെട്ടുന്നതായിക്കോട്ടെ, അവരുടെ പള്ളികൾ തകർക്കുന്നതായിക്കോട്ടെ, മതപ്രബോധനത്തിന് മതപരിവർത്തന കുറ്റം ആരോപിച്ച് അവരെ ജയിലിൽ അടയ്ക്കുന്നതാവട്ടെ, ഇതെല്ലാം പറ. അല്ല തീർച്ചയായും ആഗോളതലത്തിന് ആഗിയ സോഫിയ പോലെയുള്ള വിഷയങ്ങളായിക്കോട്ടെ, കൂട്ടിച്ചേർക്കും സാർ. കേരളത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോ കത്തോലിക്ക സഭയുടെ നിലപാടായിട്ട് ദീപിക മുഖപത്രത്തിന്റെ ലേഖനത്തെ നിങ്ങൾ കാണുന്നില്ല. പ്രശ്നമാണല്ലോ. അല്ല ഞാൻ നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയും കൂടി നിങ്ങൾ കാണണം സാർ. എവിടെയാണ് കേരളത്തിൽ മന്ത്രിസഭ എന്താ സാർ കേരളത്തിൽ എവിടെയാ ക്രൈസ്തവ വേട്ട? കേക്കട്ടെ. എന്താ പൂഞ്ഞാറിൽ നടന്ന എന്താ ക്രൈസ്തവ വേട്ടയല്ലേ? ഒരു ക്രൈസ്തവ പാതിരിയെ ഒരു പറ്റം ആളുകൾ, നമ്മൾ പിണറായി വിജയൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ചെന്നത്, അദ്ദേഹം പറഞ്ഞല്ലോ. നമ്മൾ ജോസഫ് മാഷ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയൊക്കെ വെള്ളം കോരിയിട്ടും എന്റെ പ്രിന്റു ദീപിക എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് എന്നാണ്. ഇത്രയൊക്കെ വെള്ളം കോരിയിട്ടും എന്റെ പ്രിന്റു ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന, ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന, ഈ സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുന്ന ഈ പറയുന്ന ആൾക്കാരോട് ചോദ്യം ചോദിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഇതിന്റെ ഈ വേറെ സംഗതിയൊന്നും വേണ്ട എന്ന് ഇവർ എഴുതിയിരിക്കുകയാണല്ലോ. ഈ പൂഞ്ഞാറിലെ കൊണ്ട വെയിലൊക്കെ വെറുതെ ആവുകയാണല്ലോ പ്രിന്റു. അല്ല ഞാൻ പറയട്ടെ, ഒരു പത്രം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുള്ള അധികാരം അർഹത പത്രത്തിന് എഡിറ്റോറിയൽ ഉണ്ട്. അത് വിമർശിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക്, കത്തോലിക്ക സഭ ഇതിലുള്ളത്. പ്രിന്റു ഇത് വായിച്ചില്ല. ഇതിലെഴുതിയിരിക്കുന്നത് പത്രം എന്നതിനുള്ളതല്ല. ഇതിലെഴുതിയിരിക്കുന്നത് സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്താവനത്തെയും വളർത്തിയെടുക്കില്ല. സഭ തീവ്രവാദത്തെയാണ് എതിർക്കുന്നത്. സഭ കാണുന്നത് ഈ സ്ഥലത്തുള്ള ജനാധിപത്യ ഇഷ്യൂസ് ആണ്. സഭ എന്നാണ് വീക്ഷണം. അല്ല ക്ഷമിക്കണം, ഇത് ദീപിക ദിനപത്രത്തിന്റെ റെപ്രസെന്റേഷൻ അല്ല, സഭയുടെ റെപ്രസെന്റേഷൻ ആണ്. അല്ല എന്താണ് സാർ, എങ്ങനെയാണ് പറയൂ? ഈ മുഖപ്രസംഗത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത് സഭ എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ നിലപാടുകളാണ്, ദീപികയുടെ നിലപാടാണ്. സാധാരണ പത്രങ്ങളിൽ വരുന്നത് പൊതുവായ ഒരു നിലപാട് അവർ എഴുതുകയാണല്ലോ മുഖപ്രസംഗത്തിൽ. ഇതിൽ കത്തോലിക്ക സഭയുടെ നിലപാടാണ് പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആധികാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ് ദീപിക പ്രകടിപ്പിച്ചതെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വ്യക്തത സഭ വരുത്തട്ടെ. ഇനി അങ്ങനെ സഭയ്ക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സഭയ്ക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ശരി, ഞാനൊന്ന് പറയാവേ പ്രിന്റു. അല്ല ശ്രീ PM ഷോ, കത്തോലിക്ക സഭയുടെ പേരിൽ, കത്തോലിക്ക സഭയിലെ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന പേരിൽ ഇപ്പോൾ കുറേ വർഗീയ കാസക്കൂട്ടങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരാണ് ഇതിനകത്ത് പരമാവധി എങ്ങനെയാണ് വെറുപ്പ് കുത്തിവെക്കാം എന്ന് ഓരോ ദിവസവും പരിശ്രമിക്കുന്നത്. അവരുടെ താല്പര്യവും നമുക്കറിയാവുന്ന ഒന്നാണ്. അതിൽ കത്തോലിക്ക സഭയിലെ ചില ആളുകളൊക്കെ വീണുപോയിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈനലി സഭ പല വഴികളിലൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. അതിനെ സഭയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യം എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആർഷോ കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് ഇന്ന് ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം വളരെ വിശദമായിട്ടുള്ള ഒന്നാണ്, വളരെ നീണ്ട ഒരു മുഖപ്രസംഗമാണ്. ഈ ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനാധിപത്യ ഹലോ ആർഷോ, ഞാൻ കേൾക്കുന്നു. കുറച്ച് ഡിലേ ഉണ്ടാവുന്നതാണ്. താങ്കൾ പറയൂ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കാൻ കഴിയുന്നില്ലേ? ഹലോ, യെസ്, ഓക്കെ. ഈ ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം
ആഗ്രഹിച്ചിരുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്ന് ദീപികയുടെ എഡിറ്റോറിയലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ നിഷാദ് ഇതിനോടകം തന്നെ പരാമർശിച്ചു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായ 2 ഭാഗങ്ങളാണ് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കണമെന്ന് കരുതുന്നത്. അതിലൊന്ന്, ഇതര മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ നുണപ്രചാരങ്ങളിൽ കുടുങ്ങി സോഷ്യൽ മീഡിയയിലെ വൈകാരിക പ്രചരണത്തിന് ഇറങ്ങുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാനാണ്. അത് ആടുകളാണെങ്കിലും ഇടയന്മാരാണെങ്കിലും. സ്വാഭാവികമായും നിഷാദ് ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടി ആ എഡിറ്റോറിയലിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. അതോടൊപ്പം തന്നെ ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നാളെയും നമ്മുടെ മക്കൾ കൈകോർത്ത് വേണം പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ. മതമേത് എന്നല്ല കുഞ്ഞുങ്ങൾ പരസ്പരം ചോദിക്കേണ്ടത്, വിശക്കുന്നുണ്ടോ എന്നാണ്. വിദ്വേഷത്തിന്റെ അടക്കം പറച്ചിലുകൾ ഉപേക്ഷിച്ച് അവർ സ്നേഹത്തിന്റെ സംഘഗാനങ്ങൾ പാടട്ടെ. ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും പുതിയൊരു ഉണർത്തുപാട്ടിന്റെ വരികൾ എഴുതട്ടെ. ഗോത്രകാലങ്ങളിലെ അക്രമോത്സുകവും പൈശാചികവുമായ ബ്രഹ്മയുഗങ്ങളിലേക്ക് തിരിച്ചു നടക്കുകയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ ഇതാണ് സമയം. ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷവാദികളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചിരുന്ന ഒരു നിലപാട് തന്നെയാണിത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ പ്രിന്റു ആവർത്തിച്ച് കേരള സ്റ്റോറിയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം ചലച്ചിത്രം പുറത്തിറങ്ങുന്ന ഘട്ടം മുതലേ അത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, സംഘപരിവാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫാസിസ്റ്റ് അതേപോലെ ആശയങ്ങളിൽ നിന്ന് ആകൃഷ്ടമായി എങ്ങനെയാണോ മുസോളിനി സംഘടന കെട്ടിപ്പടുത്ത് അതുപോലെ സംഘടന കെട്ടിപ്പടുത്ത് എങ്ങനെയാണോ ഹിറ്റ്ലർ ആശയപ്രചരണം നടത്തിയത് അതേ മാർഗങ്ങളിലൂടെ ആശയപ്രചരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരം അവർക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഈ വിദ്വേഷത്തിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുമിച്ച് നിന്ന് സംഘപരിവാറിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിരോധത്തിന്റെ തുരുത്തായ കേരളത്തിനെതിരെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷം വമിപ്പിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച പ്രൊപ്പഗണ്ടയാണ് ഈ ചലച്ചിത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും തർക്കമില്ല. അത്തരത്തിലൊരു ചലച്ചിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തെ പൊതുസമൂഹത്തിന് മുൻപിൽ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും മനോഹരമായി സമാധാനപൂർവ്വം മതസൗഹാർദ്ദപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇടപെടലുകൾ, ആ ഇടപെടലുകളോട് ചില ആളുകൾ ചേർന്ന് നിന്ന ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ ഉണർന്നു വന്നത്. പ്രിന്റ് ഇപ്പം നേരത്തെ സംവാദത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ സഭാ മേലധ്യക്ഷന്മാരെ മുഴുവൻ വിളിച്ചിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി എന്ന് പ്രിന്റ് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ദീപികയുടെ എഡിറ്റോറിയൽ സഭയുടെ ഔദ്യോഗിക നിലപാടായിട്ടല്ല തങ്ങൾ കരുതുന്നത് എന്ന് പ്രിന്റ് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലും ഇപ്പോൾ ഈ സഭയുടെ ഔദ്യോഗിക നിലപാടായിട്ട് ഈ ദീപികയുടെ എഡിറ്റോറിയലിനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും ആത്യന്തികമായ നിലപാട് വ്യക്തമാക്കുന്നത് CBCI ആണല്ലോ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 7-ാം തീയതി CBCI വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസ് റിലീസ് പുറത്തിറക്കുന്നുണ്ട്. ആ പ്രസ് റിലീസ് പ്രകാരം CBCI ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച്. ഭരണഘടനാപരമായി ഈ രാജ്യത്ത് ആർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ മതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് നിഷേധിക്കുന്ന നിലയിൽ ഇഷ്ടമതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ, അവരുടെ മതവിശ്വാസത്തെ പ്രചരിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് CBCI തന്നെ ഒരു മാസം മുൻപ് ഈ നാടിന്റെ മുൻപിൽ പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. CBCIയുടെ പ്രസ് റിലീസിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയാത്ത, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ലോകരാജ്യങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിന് ലോകത്ത് തന്നെ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം 2014 ഈ ദിവസങ്ങളിലൊക്കെ തന്നെ CBCI ഉൾപ്പെടെ യൂണിഫോം ക്രിസ്ത്യൻ ഫോറം ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുള്ള വിവിധങ്ങളായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ പ്രകാരം ഈ വർഷം ഇപ്പൊ 2024 പിറവി കൊണ്ടിട്ട് 3-4 മാസങ്ങളാകുന്നേ ഉള്ളൂ. ഈ 3-4 മാസത്തിനിടയിൽ 2.5 മാസത്തിനപ്പുറം പുറത്തു വന്ന കണക്ക് പ്രകാരം 161 അക്രമ സംഭവങ്ങൾ 2.5 മാസത്തിനിടയിൽ ഈ 2024 ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നേരെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്ന വർഷം 147 അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ 2023 എത്തുമ്പോൾ അത് 5 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ്. 740 അക്രമ സംഭവങ്ങൾ 2023 മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കേവലം ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് നേരെ എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തെ
രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ, സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് നേരെ, ഈ രാജ്യത്തിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ പോലെ മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ ഒക്കെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് നേരെ, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വെറുപ്പിന്റെതാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾക്ക് നേരെയൊക്കെ നിരന്തരം ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നതിന്റെ അനുഭവങ്ങൾ, അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും ഈ ഘട്ടത്തിലും നിലവിളി ഒടുങ്ങിയിട്ടില്ലല്ലോ. മണിപ്പൂരിൽ മാത്രം ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ 175 മുകളിൽ മനുഷ്യർ മരണപ്പെട്ടില്ലേ, കൊല്ലപ്പെട്ടില്ലേ? ഈ കലാപത്തിന്റെ ഘട്ടത്തില് 1000 മുകളിൽ മനുഷ്യർ അതിക്രൂരമാംവിധം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? 254 ആരാധനാലയങ്ങളാണ് മണിപ്പൂരിന്റെ മണ്ണിൽ ഈ കലാപത്തിന്റെ വേളയിൽ തകരുന്ന നിലയുണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, ഉറ്റവരെ, ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച്, വീട് നാടെല്ലാം ഉപേക്ഷിച്ച് എത്രയോ മനുഷ്യര് ജീവനും മുറുകെ പിടിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. മണിപ്പൂരിന്റെ മണ്ണിലൂടെ, തെരുവിലൂടെ യുവതികളെ, മണിപ്പൂരി സ്ത്രീകളെ വിവസ്ത്രരാക്കി, കൂട്ടബലാത്സംഗത്തിനിരയാക്കി ആക്രമിച്ചോടിക്കുന്ന അതിനീചമായ, ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മുൻപിലേക്ക് വരുന്ന നിലയുണ്ടായില്ലേ? ഡിസംബർ മാസം 25-ാം തീയതി ഭക്ഷണം കഴിച്ച് നടത്തിയതിന്റെ ടോണി ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പ്രതി. ടോണി, ദീപികയിൽ വരുന്നതിനെല്ലാം കത്തോലിക്ക സഭയുടെ നിലപാടുമായി ബന്ധമൊന്നുമില്ല. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഈ BJP രാഷ്ട്രീയത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. അവരുമായിട്ട് ഞങ്ങൾ നല്ല നിലയ്ക്കുള്ള റാപ്പോ കീപ്പ് ചെയ്യാണ്. കഴിഞ്ഞ സെലിബ്രേഷൻ ഡേയ്സിലൊക്കെ ഞങ്ങൾ അവരെ വിളിച്ച് ഭക്ഷണം കൊടുത്തില്ല, ഒരുമിച്ച് പങ്കെടുത്തില്ല എന്നൊക്കെയാണ് പ്രിന്റുവിൻ്റെ കോൺഫിഡൻസ്. ഞാൻ പറയട്ടെ, കത്തോലിക്ക സഭയ്ക്ക് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു വ്യക്തമായ രാഷ്ട്രീയ ചായവ് ആരോടുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ക്രിസ്മസിന് ക്ഷണിച്ചത്. അപ്പോൾ ക്രിസ്മസിന് ക്ഷണിക്കുമ്പോൾ അത് പോകേണ്ടത് സഭാ നേതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും കടമയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിക്കുമ്പോൾ പോയി. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ വിരുന്നിന് പോയതിൻ്റെ പേരിൽ BJP ആയിട്ട് പ്രത്യേക അടുപ്പമുണ്ടെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതില്ല. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിക്കും, നമ്മൾ പോകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ക്ഷണിച്ചാൽ നമ്മൾ പോകും. പക്ഷേ നമുക്ക് കത്തോലിക്ക സഭയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കത്തോലിക്ക സഭ എന്നും ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് ജനങ്ങളുടെ വിദ്യാഭ്യാസം നൽകാനും അവർക്ക് ആദര ശുശ്രൂഷ നൽകുവാനാണ് സഭ എന്നും മുന്നിൽ നിന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന സഭാവിശ്വാസികൾക്ക് എന്ത് നിലപാടുകൾ എടുക്കണമെന്നും എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്നും ആർക്കാണ് സഭയോടും ഇവിടുത്തെ രാജ്യത്തോടും സ്നേഹമുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഏത് നിലപാടുകൾ എടുക്കണമെന്നും സഭയ്ക്കറിയാം, സഭാവിശ്വാസികൾക്കും അറിയാം. നമ്മൾ സഭ പറയുന്നത് ഇവിടെ മത ധ്രുവീകരണത്തിന് വേണ്ടി ആരും ഈ രാഷ്ട്രീയ സമയത്ത് ധ്രുവീകരണത്തിന് ശ്രമിക്കേണ്ട, അത് ഞങ്ങൾ തയ്യാറല്ല. അതുപോലെ തന്നെ സഭ പറയുന്നത് ഇവിടെ മത തീവ്രവാദികൾ, അത് ഏത് മതത്തിലായാലും, അത് ക്രൈസ്തവ സഭയിൽ ആരെങ്കിലും തീവ്രവാദികളായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സഭ തയ്യാറല്ല. അതുപോലെ തന്നെ മറ്റു മതസ്ഥരും അവരുടെ മതങ്ങളിൽ മത തീവ്രവാദികൾ വന്ന് മറ്റു മതസ്ഥരെ അടിച്ചമർത്തണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുവാൻ ഇവിടെയുള്ള മറ്റു മതസ്ഥർ, ഭൂരിഭാഗം മതസ്ഥരും, ഇന്ത്യയിലെ ഭൂരിഭാഗം മതസ്ഥരും ഇവിടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കണം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിൽ ചില ന്യൂനപക്ഷങ്ങളാണ് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് എതിര് നിൽക്കണമെന്ന് ഇന്ന് ദീപിക ദിനപത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദീപിക ദിനപത്രത്തിലെ ആ അഭിപ്രായം അത് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ അഭിപ്രായം, സഭയുടെ പ്രധാനപ്പെട്ട പത്രം തന്നെയാണ് ദീപിക. അത് നിഷേധിക്കാൻ കഴിയില്ല. അത് സഭയുടെ ഒരു അഭിപ്രായമായിട്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ മറ്റു കാര്യം എനിക്ക് ോട് പറയാനുള്ളത്, നമ്മൾ കാണണ്ടേ, നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നവരല്ലേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ. നമ്മളവിടെ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ മുസ്ലിം നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെല്ലാം ഭാരതീയനാണ്. ഞാൻ ഭാരതീയൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ രാജ്യത്തെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, ബരാക് ഒബാമ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, ഈ രാജ്യത്ത് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തുള്ള മതേതരത്വം, ഈ നാനാജാതി മതങ്ങൾ ഒരുമിച്ച് ഒറ്റ മാലയിലെ മുത്തുകളെ പോലെ കാണുമ്പോഴുള്ള, അതാണ് ഞാൻ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അതിന് എപ്പോഴെങ്കിലും തടസ്സം വന്നാൽ എനിക്ക് ഭാരതത്തോടുള്ള സ്നേഹം പോകുമെന്ന് ഒബാമ പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ്,
നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നാം ഇവിടെ പടുത്തുയർത്തിയ, നമ്മുടെ രാഷ്ട്രശില്പികൾ പടുത്തുയർത്തിയ ആ മതേതര രാജ്യം ഇവിടെ നിലനിൽക്കണം. ആ മതേതര രാജ്യം നിലനിന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് പുറം ലോകത്ത് പോയാൽ അഭിമാനത്തോടുകൂടി ഞാൻ ഭാരതീയനാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് സഭ വ്യക്തമായിട്ട് ദീപിക മുഖപ്രസംഗത്തിൽ കൂടി പറയുന്നത്. ഇവിടെ ഏത് മതത്തിലും മത തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുവാൻ തയ്യാറാകണം. നയനിലപാടുകളെയും പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇസ്ലാമിക തീവ്രവാദം കത്തോലിക്ക സഭയ്ക്കുണ്ടാക്കിയ പരിക്കിനെ കുറിച്ച് ദീപിക ചില സംഗതികളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ, കേരളത്തിൽ, ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ സാഹചര്യത്തിൽ അതിനേക്കാൾ പ്രാധാന്യം എന്തിനാണുള്ളത്? ലക്ഷക്കണക്കിന് നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ, ഹൈന്ദവ വർഗീയവാദികൾ ഇന്ത്യയിലും ക്രൈസ്തവരെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വർഗീയമായി സംഘടിക്കാൻ ഞങ്ങൾ കാരണമാക്കുന്നില്ല എന്നിതിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഹൈന്ദവ വർഗീയവാദികൾ ക്രൈസ്തവരെ ഇന്ത്യയിൽ വേട്ടയാടുന്നുണ്ട്. ഓക്കെ, ഇന്ത്യക്ക് പുറത്തുള്ള സാഹചര്യം അവർ എഴുതുന്നുണ്ട്. ഇന്ത്യക്കകത്തെ നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഇന്ത്യക്കകത്ത് അവർ നേരിടുന്ന വംശീയമായ ത്രെട്ട് ഹൈന്ദവ വർഗീയവാദികളിൽ നിന്നാണ് എന്ന് ഇതിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമുക്ക് വിദ്വേഷത്തിൻ്റെ അടക്കം പറച്ചിൽ ഉപേക്ഷിക്കാം, സ്നേഹത്തിൻ്റെ സംഘഗാനങ്ങൾ പാടാം, എന്നിട്ട് ഗോത്രകാലങ്ങളിലേക്കും അക്രമോത്സുകവും പൈശാചികവുമായ ഭ്രമയുഗങ്ങളിലേക്ക് തിരിച്ചു പോവേണ്ട എന്ന് പറയാണ്. ആരെയാ പറയുന്നതെന്ന് മലയാളം അറിയാവുന്നവർക്ക് മുഴുവൻ മനസ്സിലാവില്ലേ പ്രിന്റു, നിങ്ങൾ എത്ര നിഷേധിച്ചാലും? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ തീവ്ര വിഭാഗത്തിൽ ചിന്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതും പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ എല്ലാ ഹൈന്ദവ ഭീകരവാദ സംഘടനകളെയും അല്ലെങ്കിൽ നിങ്ങൾ നേരെ പറയുന്ന ടെററിസ്റ്റ് ഹിന്ദു ഓർഗനൈസേഷനുകളെ നിങ്ങൾ സംഘപരിവാറുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് പലതരത്തിലുള്ള ഹൈന്ദവ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഹൈന്ദവ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കത്തോലിക്ക സഭയുടെ NGO ആണ് കാരിത്താസ്. കാരിത്താസിനെ നിരോധിക്കണം. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏജൻസിയാണ്. ആദിവാസികളെ മതം മാറ്റാനാണ് ഇവർ പണിയെടുക്കുന്നത്. ഇവർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ത്രെട്ടാണ് എന്ന് ലേഖനം എഴുതിയത് RSSന്റെ മുഖമാസികയായ ഓർഗനൈസറാണ് കഴിഞ്ഞ മാസം അവസാനം. അല്ല, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലെ ആദിവാസി മേഖലയിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഓർഗനൈസറിന്റെ നിലപാട് എന്താണ്? അല്ല, ഞാൻ പറയൂ, ഉത്തരേന്ത്യയിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന സാഹചര്യവും ആ സാഹചര്യത്തിനോട് പ്രതിരോധിക്കുന്ന ആദിവാസി സമൂഹവും അവർക്കിടയിലുള്ള സംഘർഷവും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ചോദിക്കില്ല, ആരാണ് മതപരിവർത്തനത്തിന് ഉത്തരേന്ത്യയിൽ ശ്രമിക്കുന്നത്? അല്ല, ഉത്തരേന്ത്യയിൽ ഞാൻ പറയട്ടെ, ഈ സാധാരണ നമ്മൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭകളല്ല, വ്യവസ്ഥാപിതമല്ലാതെ പ്രവർത്തിക്കുന്ന ആഗോള ഫണ്ടുകൾ ലഭിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, അതിൽ ആഗോള കത്തോലിക്ക സഭ പോലെയുള്ള വ്യവസ്ഥാപിതമായ പ്രസ്ഥാനങ്ങൾക്ക് പങ്കില്ല. ഓർഗനൈസർ എഴുതിയിരിക്കുന്നത് കാരിത്താസിനെ കുറിച്ചാണ്. കാരിത്താസ് എന്താണ്? കത്തോലിക്ക സഭയുടെ NGO ആണ്. കാരിത്താസിന് വിദേശ താല്പര്യത്തോടെയുള്ള പൈസ വാങ്ങിക്കുന്നു, എന്നിട്ട് ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു, നാഷണൽ സെക്യൂരിറ്റിക്ക് ഈ സംഘടന ത്രെട്ടാണ് എന്ന് എഴുതിയിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ആളുകളെ ഈ ഹിന്ദുത്വർ ആക്രമിക്കുകയും സ്റ്റേറ്റ് അവരെ സഹായിക്കുകയും ചെയ്ത സംഗതികൾ ഈ വയലൻസിന്റെ കണക്കിനകത്ത് കാണാൻ പറ്റും. ബാംഗ്ലൂർ ബിഷപ്പ് എന്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന് അതിൻ്റെ മറവിൽ ഞങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ് എന്ന് കർണാടകയിലെ നിങ്ങളുടെ മുൻ ഗവൺമെന്റിനെതിരെ പരാതി ഉയർത്തിയത് ബാംഗ്ലൂർ ബിഷപ്പാണ്. ആരുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നുള്ളതൊന്നും ഞങ്ങളുടെ നയമല്ല. സ്വാഭാവികമായിട്ട് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്കറിയാലോ, സംഘപരിവാറിനും ഈ വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ അവരുടെ സംസ്കാരത്തെയും തനിമയും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അനവധി ഓർഗനൈസേഷനുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആദിവാസി വനവാസി മേഖല ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ സംഘടന വനവാസി കല്യാൺ യോജനയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷുകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായി പരിഹരിക്കപ്പെടണം. അതിന് സ്വാഭാവികമായി ചർച്ചകൾ ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ ആശങ്കകളും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണെങ്കിൽ പരിഹരിക്കും. സ്വാഭാവികമാണ്. അത് ക്രൈസ്തവ സമൂഹമായി മാത്രമല്ല, അത് ഈ രാജ്യത്ത് ഇസ്ലാമിക സംഘടനകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ട് മുസ്ലിം സംഘടനകളുമായി ചർച്ച. അത് ഈ രാജ്യം എന്ന് പറയുന്നത് പോലെ ഇനി ഗോത്ര കലാപങ്ങളിലേക്കോ വർഗീയ കലാപങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ ചർച്ചകളിലൂടെ പരിഹരിക്കണം. ആ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് സ്വാഭാവികമായിട്ട് അല്ല, ഞാനൊരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിന്റു,
വിചാരധാര കയ്യിൽ വെച്ചിട്ട് നാടകമാടുന്ന മനുഷ്യരെ തിരിച്ചറിയണം. ഇന്ന് ഇന്ത്യ നേരിടുന്ന നീളുന്ന 100,000 പ്രശ്നങ്ങളെ മാറ്റിവെക്കാൻ, അതിനെ മറച്ചു വെക്കാനുള്ള തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്ന് സഭ പറയുകയാണ്. അപ്പോഴാണ് ഒന്നൊന്ന് പൂർത്തിയായിക്കോട്ടെ. പ്രിന്റു, അത്തരം നാടകക്കാരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് കത്തോലിക്ക സഭ പറയാണ്. എന്നിട്ട് എന്താണ് ഈ രാജ്യത്തിന്റെ റിയൽ ഇഷ്യൂസ് എന്ന് സഭ പറയാണ്. അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് ജയിച്ചാൽ 10 ലക്ഷത്തിന്റെ കിരീടം തരാമെന്ന്. ആ കിരീട നാടകം കയ്യിൽ വെച്ചേക്കൂ എന്നല്ലേ സഭ പറയുന്നത് പ്രിന്റു? അല്ല, അങ്ങനെയൊന്നും സഭയെ, നിങ്ങൾ ആ സഭയുടെ വാക്കുകളെ നിങ്ങൾ അങ്ങനെ ഒരു ആഖ്യാനം നടത്തേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ ആളുകളെയും പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാ വ്യവസ്ഥാപിതമായ ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സമകാലീന സംഭവങ്ങളുടെയും പോകാനും വിമർശിക്കാനും അതിനെക്കുറിച്ച് പറയാനുമുള്ള അർഹത സ്വാഭാവികമായിട്ട് ഒരു പത്രം എന്ന രീതിയിൽ ദീപികയ്ക്കുണ്ട്. അതിന് ഞാൻ പറയുന്നത് ആധികാരികമായ ഒരു അഭിപ്രായമായിക്കൊണ്ട് ഇതാ സംഘപരിവാർ മുഴുവൻ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ കൊല്ലാൻ വരുന്ന ഒരാളുകളാണ്. അവരെ ഇനി അധികാരത്തിൽ വരരുത്, അതിനുള്ള ശ്രമം നമ്മൾ നടത്തരുത്. അങ്ങനെയൊന്നും ഈ ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനം നടത്തേണ്ട. സ്വാഭാവികമായിട്ട് സഭയുടെ പരിധി കവിഞ്ഞ പ്രാധാന്യം കൊടുക്കേണ്ട ദീപികയ്ക്കെന്ന് ആവർത്തിച്ചു പറയാണ് അദ്ദേഹം. ഈ കത്തോലിക്ക സഭ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സാധാരണ നിലയ്ക്ക് ഇത്തരം രാഷ്ട്രീയ വ്യക്തത വരുത്തുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക കത്തോലിക്ക സഭയുടെ രീതിയല്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് പരമാവധി നിശബ്ദതയാണ് അവർ അവലംബിക്കുക സാധാരണ നിലയ്ക്ക്. പക്ഷേ ഈ ദിവസങ്ങളിൽ കത്തോലിക്ക സഭ നിരന്തരമായി രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രതികരണങ്ങൾ അവരുടെ ബിഷപ്പുമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ദീപിക ഇത്തരം വളരെ സ്പഷ്ടവും സ്ഫുടവുമായ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നതിൻ്റെ സന്ദേശം സഭയിലെ വിശ്വാസികൾക്ക് സഭാ നേതൃത്വം നൽകുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ കക്ഷി രാഷ്ട്രീയ മെസ്സേജ് എന്താണെന്ന് കൂടി ചോദിക്കുകയാണ് ഞാൻ. അല്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കേണ്ടുന്നത് ഉത്തരവാദിത്വപ്പെട്ട സഭാ നേതൃത്വം തന്നെയാണ്. എന്നാൽ ഞങ്ങളിതിനെ കാണുന്നത് വളരെ കൃത്യമായി രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ വേദിയിലാണ് നമ്മളുള്ളത്. രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട് 7.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നമ്മൾ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടനയുൾപ്പെടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അമൂല്യമായ മുദ്രാവാക്യങ്ങളെ അടക്കം ഈ രാജ്യത്തിന്റെ ഐക്യം, ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ ഒക്കെ തകർക്കുന്നതിന് വേണ്ടി, പുറന്തള്ളുന്നതിന് വേണ്ടി ഒക്കെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ജനാധിപത്യ ഇന്ത്യ അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാട്, അല്ലെ സ്വീകരിക്കേണ്ടുന്ന നിലപാടാണെന്ന് ദീപികയുടെ എഡിറ്റോറിയലിൽ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഈ എല്ലാ മനുഷ്യരും, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും രാജ്യത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾക്കകത്തൊക്കെയുള്ള തങ്ങളുടെ പ്രതിരോധം ജനാധിപത്യപരമായി രേഖപ്പെടുത്തേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ഘട്ടം. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ ആ പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ സൂചിപ്പിച്ചു പോകേണ്ടുന്ന അവസരമായി ഈ പറഞ്ഞ പോലെ ഈ ദീപികയുടെ എഡിറ്റോറിയലൊക്കെ മുന്നോട്ട് വരുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഇപ്പൊ നേരത്തെ BJPയുടെ പ്രതിനിധി സംസാരത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം ഉത്തരേന്ത്യയിൽ ഞങ്ങൾ പ്രതിരോധിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്താണ് ഉത്തരേന്ത്യയിലെ പ്രതിരോധം? ഉത്തരേന്ത്യയിൽ നിങ്ങൾ നടത്തിയ പ്രതിരോധത്തിന്റെ അനുഭവം ഒറീസയിൽ നമ്മൾ കണ്ടതാണ്. ഒറീസയിൽ എത്രയോ കന്യാസ്ത്രീകളെ, എത്രയോ മിഷണറിമാരെ, എത്രയോ ക്രൈസ്തവ മതവിശ്വാസികളെ അതിക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിട്ടില്ലേ? ഈ 2000 അവതാരങ്ങളാണോ? ഞാൻ പറഞ്ഞ അല്ലല്ല, പ്രിന്റിന് മടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവതാരകനാണ് എന്ന് കരുതിയാണ് നിർത്തിയത്. ഇനി ഈ 2024 പ്രത്യേകത എന്താ സാറേ? 2024 പ്രത്യേകത ഗ്രഹാം സ്റ്റെയിനും 2 കുരുന്നുകളെയും തീ വെച്ച് ചുട്ടുകൊലപ്പെടുത്തിയിട്ട് 25 വർഷം ഗ്രഹം പ്രിന്റുവിന്റെ അവസരത്തിൽ സംസാരിച്ചാൽ മതി. എന്റെ ഇടയിൽ കയറാൻ വേണ്ടി നിൽക്കണ്ട. ഗ്രഹാം സ്റ്റെയിനെയും 10ഉം 6ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്നിട്ട് 25 വർഷം തികയുന്ന കാലഘട്ടമാണ്. ഇതാണ് നിങ്ങളുടെ പ്രതിരോധം. ഈ പ്രതിരോധം നടത്തിയത് RSS അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഗ്രഹാം സ്റ്റെയിനെ കൊലപ്പെടുത്തിയത് RSS അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾ ഈ ഘട്ടത്തിലും ഈ എഡിറ്റോറിയലിലടക്കം പറഞ്ഞു വെച്ചിട്ടുള്ളത് പോലെ വിചാരധാര അല്ലെങ്കിൽ നിങ്ങൾ വിചാരധാര തള്ളിക്കളയാൻ വേണ്ടി തയ്യാറാകണം.
ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളും ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ മത വിശ്വാസികളും ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന വിചാരധാര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ഈ രാജ്യത്ത് എന്ത് ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്ന് നേരത്തെ പ്രിന്റു ആവേശം ഞങ്ങൾ എല്ലാ വിഷയവും ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്താ നിങ്ങൾ ചർച്ച എന്താ നിങ്ങൾ വിചാരധാര തള്ളി പറയോ? വിചാരധാര തള്ളി പറയാൻ ഈ രാജ്യത്തെ RSSഉം BJPയും ഈ വിചാരധാര തെറ്റാണ്, വിചാരധാര ഈ നാട് തള്ളിക്കളയേണ്ടതാണ് എന്നീ ഫ്ലോറിൽ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജമുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അനുയോജ്യമല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ തള്ളിക്കളയും, സംശയം വേണ്ട. വിചാരധാര ഈ രാജ്യത്തിനെതിരാണ്, വിചാരധാര ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുന്നതാണ് എന്ന് പറയാനുള്ള ആർജമുണ്ടോ പ്രിന്റൂര്? ഇല്ലല്ലോ. നിങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യനെ വിഭജിക്കുന്നതാണ്, ഈ രാജ്യത്തെ മനുഷ്യനെ വിഭജിക്കുന്നതാണ് വിചാരധാര എന്ന് പറ. ഈ രാജ്യത്തിനെതിരാണ് വിചാരധാര എന്ന് പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ലല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് വിചാരധാരയെ RSS തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? പ്രിന്റു മഹാദേവൻ വിചാരധാര എഴുതിയ ആളെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? വിചാരധാരയിൽ ആഭ്യന്തര ഭീഷണികളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ട് ജന്മഭൂമിയിൽ ലേഖനം എഴുതിയത് സഹപ്രാന്ത കാര്യവാഹകമായിട്ടുള്ള ശ്രീ KP രാധാകൃഷ്ണനാണ്. ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അല്ല സാർ, ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഈ കാലം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഞാൻ ഭോജനീയ കോൾവാൾക്കറുടെ ഏതെങ്കിലും പ്രസംഗത്തിലെ അതിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പ്രചരിപ്പിക്കല്ലേ? അടർത്തിയെടുത്ത വാക്കൊന്നുമല്ല, വിചാരധാര പ്രിന്റഡ് ഡോക്യുമെന്റ് കിട്ടും. തള്ളി പറയാനുള്ള ആർജമല്ല. അപ്പൊ പ്രിന്റുവിന് വിചാരധാര ഈ രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുന്നതാണെന്നും രാജ്യവിരുദ്ധമാണെന്നും പറയുന്നതിനുള്ള ആർജമല്ല. അത് വിട് പ്രിന്റു എന്നുള്ള പുസ്തകമുണ്ട്, സവർക്കറുടെ പുസ്തകമുണ്ട്, എന്തുമാത്രം പുസ്തകമുണ്ട്. പുസ്തകം നോക്കി പോയാലേ നിങ്ങൾക്ക് തള്ളി പറയാൻ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കയ്യിലെടുത്ത് വെക്കാൻ പ്രിന്റു ബാക്കി പുസ്തകം ഉണ്ടാവില്ല. പുസ്തകങ്ങളെ തള്ളിപ്പറയാൻ തുടങ്ങിയാൽ പിന്നെ RSS കയ്യിൽ വെക്കാൻ പുസ്തകം ഒന്നും ബാക്കി ഉണ്ടാവില്ല. വേറെ ഒരുപാട് പുസ്തകത്തിൽ ഈ മാതിരി RSS പുസ്തകം കൊണ്ട് ശാഖ കൊണ്ടാണ് RSS മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമൊന്നുമല്ല, അങ്ങനെ പറയല്ലേ? അതിലെനിക്ക് അഭിപ്രായ നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ല, എനിക്ക് അഭിപ്രായത്തില്ലാത്തൊരു പോയിന്റാണ് പ്രിന്റ് പറഞ്ഞത്. പുസ്തകം വായിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം അതന്നെ നിങ്ങളെ പ്രശ്നം. അതായത് നിങ്ങള് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിന്റെ കഥയൊന്നും പറയണ്ട എന്നാണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ മുതലുള്ള സംഗതികളെ വെച്ച് ഉദാഹരിക്കുന്നത്. ആർഷോയുടെ പ്രസ്ഥാനത്തിലും നൗഷാദ് സാർ യാതൊരു കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഫ്ലോറി എന്ന് പറയുന്ന ഗർഭിണിയെ പട്ടാപ്പകൽ വെടിവെച്ച് വന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായ ആളുകളെ ജയിലടച്ച സർക്കാരിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ്. അപ്പൊ ആർഷോന്റെ പ്രസ്ഥാനമൊന്നും മതവിഭജനാശയത്തിന്റെ പേരിലുള്ള നടപടിയായിരുന്നോ? ഇതൊരു മതവിഭജനാശയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിയായിരുന്നോ? അങ്ങനെ ഈ രാജ്യത്ത് നടപടി നേരിട്ട ഞാൻ പറയാം, വിമോചന സമരത്തിൽ 92,000 പേര് ജയിലടച്ചിട്ടുണ്ട് കേരളത്തിന്റെ ജയിലുകളിൽ. വിമോചന സമരത്തിൽ വിമോചന സമരം കത്തോലിക്കരുടെ സമരമായിരുന്നോ? ആയിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ക്രൈസ്തവ വേട്ട നടത്തി? അല്ല, ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ആർക്കാണ്? ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നടപടി നേരിട്ടിട്ടുണ്ട്. വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നടപടി നേരിട്ടിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നല്ലോ വിമോചന സമരത്തിനകത്ത്. ആ സമുദായത്തിൽപ്പെട്ട ആളുകളും നടപടി നേരിട്ടിട്ടുണ്ട്. ഈ കണക്ക് മാത്രം എടുത്തുകൊണ്ട് വരല്ലേ? നിങ്ങൾ വേട്ടയാടുന്നത് മതവിഭജനാശയത്തെ മുന്നിൽ വെച്ചിട്ടാണ്.
അതാ പ്രശ്നം. അല്ല, അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്ത്യൻ പ്രീസ്റ്റുമാരെ ഈ പുരോഹിതരെ ആക്രമിക്കുന്നത്. കൂതാശയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്നായിരുന്നു? അപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൈസ്തവരുടെ സ്നേഹമൊന്നും നമ്മളെ പഠിപ്പിക്കല്ലേ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാരാ? ആർഷ പറയണം, നികൃഷ്ടജീവി വിളിച്ചതാരാ? ഞങ്ങളിങ്ങനെ അസഭ്യമായിട്ട് ഒരു ബിഷപ്പിനെ വിളിക്കാനും പോകാറില്ല, ആരെയും വിളിക്കാൻ പോകാറില്ല. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ സ്നേഹമൊന്നും നിങ്ങൾ കാണിക്കല്ലേ? ബിജെപിയോട് അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബോധ്യമുണ്ട്. ഈ ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ തന്നെ പുറത്തുവിടുന്ന, ഇപ്പോൾ ക്രിസ്ത്യൻ അസോസിയേഷൻ പുറത്തുവിടുന്ന വാർഷിക കണക്ക് റിപ്പോർട്ടുണ്ട്. അവരെവിടെയൊക്കെയാണ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നത് എന്ന്. അതിൽ കേരളം ഇല്ല കേട്ടോ പ്രിന്റു. അതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം. അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ഇതിനകത്തൊരു സാധനമുള്ളത്, ഇത് കത്തോലിക്ക സഭ വോട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്നുള്ളതിന് സൂചന ഈ ലേഖനങ്ങളിൽ, ഈ പ്രസ്താവനകളിലൊക്കെ ഉണ്ടോ? സോറി നിഷാദ്, ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് ഏത് രീതിയിൽ വോട്ട് ചെയ്യണമെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം ഇന്ന് നമ്മൾ കേരളം പോലെയല്ല, വടക്കേ ഇന്ത്യയിലെ അവസ്ഥ അവിടെ ഇന്നും വളരെ പരമദയനീയമാണ്. അവിടെ വിദ്യാഭ്യാസമുള്ളത് ന്യൂനപക്ഷപ്പെട്ട കുറച്ച് ആൾക്കാർക്ക്, അതെല്ലാം വൻകിട മുതലാളിമാരുടെ മക്കൾക്കും അങ്ങനെയുള്ളവർക്ക് മാത്രം അവിടെ വിദ്യാഭ്യാസം. ഗ്രാമങ്ങളിലെ പാവങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസമില്ല. ക്രൈസ്തവ വിശ്വാസികൾ, മിഷണറിമാർ അവിടെ വടക്കേ ഇന്ത്യയിൽ പോയി അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് കൊടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നു, അവർക്ക് സ്നേഹം നൽകുന്നു. ആ സ്നേഹം നൽകുമ്പോൾ, വിദ്യാഭ്യാസം നൽകുമ്പോൾ, അവർ സാമ്പത്തികമായിട്ട് വളരുമ്പോൾ അവിടെയുള്ള വൻകിടക്കാർക്ക്, അവിടുത്തെയുള്ള ചൂഷകർക്ക് ഭീഷണിയാകുമെന്ന് കാണുമ്പോഴാണ് അവിടെയുള്ള ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത്. അതാണ് അവിടെ പീഡനത്തിന്റെ പ്രധാന കാരണം. നമ്മൾ ക്രൈസ്തവരെ ആരെയും നമ്മൾ പോകാറില്ല. പക്ഷേ ക്രൈസ്തവർ ചെയ്യുന്ന അവിടെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുമ്പോൾ, അവർ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ, അവർ വളർന്നു വരുമ്പോൾ അവിടെ ചൂഷകർക്കെതിരായിട്ട് അവർ ശബ്ദമുയർത്തുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഭൂവുടമകൾ, വൻകിടക്കാർ അവിടെയുള്ള ക്രൈസ്തവരെ പീഡിപ്പിക്കുകയാണ്. നിരവധി പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ആരാണ് പീഡിപ്പിക്കുന്നത്, എന്തിനാണ് പീഡിപ്പിക്കുന്നത്, ഇതെല്ലാം അറിയാം. പോയിന്റ് കൂടി ഉന്നയിക്കുകയാണ് താങ്കൾ. സമയം ഒന്ന് കടന്നുപോയി മബ്സയും ടോണിയും. എനിവേ, കത്തോലിക്ക സഭ അവരുടെ രാഷ്ട്രീയം കുറച്ചുകൂടി തെളിച്ചത്തിൽ പറയുകയാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. താങ്ക് യു സി ടോണി. ഒപ്പം തന്നെ പ്രിന്റു, ആർഷോ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനുള്ള